പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗീതരതിജങ്കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം പാതാലയേശമനിശം ഹൃദി ഭാവയാമി. നമസ്കാരം. സനാതന ധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള നാദശ്രീ ചാനലിലേക്ക് എല്ലാവർക്കും നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും എല്ലാവരോടും അപേക്ഷിക്കുന്നു. പ്രിയരെ, ശ്രീമദ് ഭാഗവതാമൃതം പരമ്പരയിൽ നമ്മൾ കണ്ടത് ഗോവർദ്ധനോദ്ധാരണം നടത്തി അത്ഭുതകരമായിട്ടുള്ള ആർക്കും ചെയ്യാൻ പറ്റാത്ത പ്രവൃത്തി ചെയ്ത് ഭഗവാൻ ഇന്ദ്രൻ്റെ അഹങ്കാരത്തെ തീർത്തു, പശുക്കളെ അനുഗ്രഹിച്ചു. ഭഗവാന്റെ ലീലകളൊക്കെ അത്ഭുതകർമ്മണ എന്നാണ്, ഒക്കെ അത്ഭുതങ്ങളാണ്. സാധാരണ ഒരാളൊക്കെ ചെയ്യണ കാര്യം ചെയ്യുമ്പോൾ അതിന് വല്ല അത്ഭുതമുണ്ടോ? എല്ലാറ്റിലും പ്രത്യേകതയാണ്. പർവ്വതത്തേക്കാണ് എടുത്ത് പൊന്തിക്കുക എന്ന് വെച്ചാൽ. ഇനി അതിന് ശേഷം ചെറിയൊരു കഥയാണ്, വളരെ വിസ്തരിക്കാത്തൊരു കഥ. വരുണനിൽ നിന്ന് നന്ദഗോപരുടെ ഉള്ളൊരു മോചനം. ഏകാദശി ദിവസം ഒരു ദിവസം ഈ നന്ദഗോപർ കുളിക്കാൻ പോയി. ഏകാദശ്യാം നിരാഹാരനാവണം, ഏകാദശി ദിവസം ഒന്നും കഴിക്കരുത് എന്നാണ്. സ്നാതും നന്ദസ്തു കാളിന്ത്യ, കാളിന്തി നദിയിൽ കുളിക്കാൻ പോയപ്പോൾ ലേശമൊന്ന് സമയം പഴച്ചു. ഈ കുളിക്കുന്നതിനൊക്കെ നമുക്ക് സമയം വെച്ചിരിക്കുന്നത് പകലാണ്, പണ്ട് രാത്രി കുളിക്കാറില്ല എന്നാണ്. പല കാരണങ്ങളാണ്. ജലാശയത്തിൽ വല്ല ജീവികൾ തട്ടിയിട്ട് അബദ്ധം വരരുത്, ഇന്നത്തെ പോലെയുള്ള ലൈറ്റും സൗകര്യങ്ങളൊന്നും പണ്ടില്ലല്ലോ, അതാവാം. ജലദേവതകൾ നമ്മളെ ഉപദ്രവിക്കുന്നതാണ്. രാത്രി ജലദേവതകൾ ഉണ്ടാവും. ക്ഷേത്രത്തിൽ രാത്രി അർദ്ധരാത്രി ഒന്നും പോകാൻ പാടില്ല, അതിനൊക്കെ ഒരു സമയമുണ്ട്. അതുപോലെ തന്നെ ജലദേവതകൾ ഉപദ്രവിക്കാതിരിക്കാനാവാം തുണി അടിച്ച് തിരുമ്പരുത് രാത്രി എന്ന് പറയും. അതിൻ്റെ ശബ്ദത്തിന് ദോഷമുണ്ട്, പകലില്ല. പകലും രാത്രിയായിട്ടുള്ള സമയങ്ങളുടെ വ്യത്യാസമുണ്ട് ഇതിനൊക്കെ. അതാണ്, അതൊന്നും രാത്രി ചെയ്യരുത്. ഇപ്പോൾ ഈ അസമയത്ത് കുളിക്കാൻ പോയപ്പോൾ വരുണൻ്റെ ഭൃത്യന്മാർ, ജലദേവതകൾ ജലത്തിലുണ്ട്, വരുണൻ്റെ ഭൃത്യന്മാരാണല്ലോ ജലത്തിലുണ്ടാവുക. അവർ നന്ദഗോപരെ പിടിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി. മുങ്ങിയപ്പോൾ അങ്ങോട്ട് പൊന്തണില്ല, ആകെ അവർ കൊണ്ടുപോയി വരുണാലയത്തിൽ കൊണ്ടുപോയി എത്തിക്കുക. ആരാ സമയത്തൊക്കെ മുങ്ങിയാലും അങ്ങനെ ചെയ്തോളാൻ വരുണൻ്റെ കൽപ്പനയുണ്ട്. അത് പ്രകൃതിയിലൊരു നിയമമാണ്. ആ സമയത്ത് കുളിക്കാൻ പോകരുത് ഉണ്ട്. സന്ധ്യയ്ക്ക് മുമ്പ് കുളിക്കണം. രാത്രി ആയാൽ പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണത് ശരിയല്ല. അത് രണ്ട് കാര്യമാണ്. സന്ധ്യയ്ക്ക് മുമ്പ് കുളിച്ചാലേ സന്ധ്യയ്ക്ക് ശുദ്ധിയോട് കൂടിയിട്ട് ആചരിക്കാൻ പറ്റൂ. സന്ധ്യയ്ക്ക് ആചരിക്കണമല്ലോ. സന്ധ്യയ്ക്ക് നമ്മൾ ഈശ്വരോപാസന ചെയ്ത് വല്ല ശക്തി നമ്മുടെ ശരീരത്തിൽ ഉണ്ടായാൽ പിന്നെ കുളിച്ചാൽ അത് പോവും. നമ്മുടെ ശരീരത്തിൽ ഈ ഓരോ ഉപാസനയ്ക്കും പോസിറ്റീവ് എനർജി ഉണ്ടാവുന്നുണ്ട്. നാമം ചോദിച്ചാലും അർച്ചന ചെയ്താലും അത് കുളിച്ച് കളയാൻ പാടില്ല. അപ്പോൾ കുളിച്ചിട്ട് ചെയ്യുക. ആരെങ്കിലും അമ്പലത്തിൽ പോയിട്ട് വന്ന് കുളിക്കലുണ്ടോ? പാടില്ല. അമ്പലത്തിൽ പോയി വന്നാൽ കുളിക്കാൻ പാടില്ല. ഈ കുറിയിട്ടാലും ഇതിൻ്റെ ഒക്കെ അങ്ങോട്ട് പോവുകയാണേ, ചെയ്യാൻ പാടും. കുറി കളയാൻ പാടും. നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇട്ട കുറി വെറുതെ കളയാൻ പാടില്ല, തന്നെ അതിങ്ങനെ മാഞ്ഞ് പോവാം, അത്രയേ പാടും. അതുകൊണ്ട് സന്ധ്യയ്ക്ക് ഉപവാസിച്ചിട്ടുള്ള ശക്തി, അഥവാ സന്ധ്യയ്ക്ക് കുളിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ അന്ന് കുളിക്കണ്ടെന്ന് വയ്ക്കുക. അത് വിരോധമില്ല. ഒരു വയ്യാഴ വന്ന് വേറൊരു കാര്യം, അത് സാധാരണ ചെയ്യരുത്. സന്ധ്യയ്ക്ക് മുമ്പേ കുളിക്കണം. അപ്പോൾ എന്ത് ചെയ്തു? കൃഷ്ണൻ അച്ഛനെ കാണാനില്ല എന്നും പറഞ്ഞ് എല്ലാവരും തിരയണു. അയ്യോ, കൃഷ്ണ അച്ഛനെ കാണാനില്ലല്ലോ, കുളിക്കാൻ പോയിട്ട് കുറേ നന്ദഗോപുരം എവിടെയാ? അന്വേഷിച്ച് നോക്കിയപ്പോൾ എവിടെയും കാണാനില്ല. ഇനിയൊരു കാര്യമുണ്ട്, കുളിക്കാൻ പോകണുണ്ടോ എന്ന് ചിലർ പറഞ്ഞു. അതെയോ? ഈ സമയത്ത് കുളിക്കാൻ പാടില്ലല്ലോ. നന്ദഗോപുരക്ക് അറിയാഞ്ഞിട്ടല്ല. എന്നാൽ എന്തായാലും നദിയിൽ പോയി നോക്കുക, അല്ല അപകടം പറ്റിയിട്ടുണ്ടോയെന്ന് അറിയാലോ. ഒഴുക്കിൽ പെടുകയോ കാല് തെറ്റി വീഴുകയോ. നദിയിൽ ചെന്നു മുങ്ങി, അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി, ഇടത്ത് നോക്കി വലത്ത് നോക്കി, അവിടെ ഒന്നുമില്ല. നദീതീരത്തും ഇല്ല, നദിയിലും ഇല്ല. ഇനിയിപ്പോൾ എവിടെ ഉണ്ടാവുക? എവിടെയും കാണാനില്ല. ഒളിച്ചു പോയോ എന്ന് വെച്ചാൽ അത് നിശ്ചയില്ല. ഭഗവാൻ അറിയാത്ത കാര്യങ്ങളൊന്നുമില്ല കേട്ടോ, എല്ലാം അറിയാം. ഒന്ന് കാട്ടിക്കൂട്ടിയതാ. കുട്ടികളെ, ഒരു കാര്യമുണ്ട്, അച്ഛനെ നോക്കണമെങ്കിൽ ഇനി ഇവിടെ നിന്ന് നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് വരുന്ന ലോകത്തേക്ക് പോവാ, അവിടെ ഉണ്ടാവുന്നല്ല, ഉണ്ട്, ഉറപ്പാ. വേഗം കുട്ടികളെയും കൂട്ടി വരുന്ന ലോകം അവരൊന്ന് കണ്ടോട്ടെ എന്ന് ഭഗവാൻ തീരുമാനിച്ചു. ഏതെല്ലാം ലോകങ്ങളിലേക്ക് തനിക്ക് ആൾക്കാരെ കൊണ്ടുപോകാൻ വയ്ക്കും കുട്ടികളെ എന്ന് കുട്ടികളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും അത്ഭുതകരമായിട്ടുള്ള വരുന്ന ലോകം. അല്ല, ആദ്യം കുട്ടികളെ കൊണ്ടുപോയില്ല, പിന്നീടാണ് കേട്ടോ കൊണ്ടുപോയത്. ആദ്യം കൊണ്ടുപോയില്ല, ആദ്യം താൻ പോയതേ ഉള്ളൂ. അപ്പം അതിന് ഇവർക്ക് ആഗ്രഹം ഉണ്ടാവുമല്ലോ, അവിടെയൊക്കെ പോയി വന്നു എന്നൊക്കെ പറഞ്ഞ് വിവരിക്കുന്ന സമയത്ത്.
അതിനുവേണ്ടി താൻ തന്നെ പോയി നന്ദഗോപരുടെ അവിടെ അച്ഛൻ ഇവിടെ വന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അവിടെ ഉണ്ടെന്നും പറഞ്ഞു. കൃഷ്ണൻ്റെ അച്ഛനാണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല, അങ്ങനെയാണെങ്കിൽ കൊണ്ടുവരുമായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നന്ദഗോപരെ തിരിച്ചു കൊടുത്തു. ഇവിടെ വന്നിട്ട് വരുണ ലോകത്തെക്കുറിച്ച് ഇങ്ങനെ വർണ്ണിക്കുകയാണ് ഭഗവാൻ. അപ്പോഴാണ് ഗോപന്മാർ പറയണത് ഞങ്ങൾക്കും ഓരോന്ന് കാണണം. ആദ്യം കൊണ്ടുപോയിട്ടില്ല കേട്ടോ. വരുണ ലോകത്തെക്കുറിച്ച് വർണ്ണിച്ച് കേട്ടു. അപ്പോൾ കുട്ടിയോട് പറഞ്ഞു, കൃഷ്ണ ഞങ്ങളെ എവിടേക്കെങ്കിലും കൊണ്ടുപോകണ്ടേ? ഇങ്ങനെ ഓരോ ദിക്കിലേക്കൊക്കെ ഇങ്ങനെ തന്നെ പോയാൽ ഞങ്ങൾക്കും ഉണ്ടാവില്ലേ ചിലതൊക്കെ കാണണമെന്ന്. അപ്പോൾ എന്തിനാണ് ശരിക്കും ഈ ലീല എന്നറിയോ? ഭഗവാന്റെ കൂടെ വൃന്ദാവനത്തിൽ നിൽക്കുന്ന സുഖമൊന്നും ഈ ലോകത്തിൽ വേറെ എവിടെ പോയാലും കിട്ടില്ല. ഭാഗവതത്തിൽ നിൽക്കുമ്പോൾ എന്നും പറയാം, അവിടെ വൃന്ദാവനമൊക്കെ ഉണ്ടല്ലോ. വൃന്ദാവനവും മധുരയും ദ്വാരകയൊക്കെ ഭാഗവതത്തിലില്ലാത്ത ഒരു സ്ഥലമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കിട്ടണ ഒരു ആനന്ദം ഒന്നും ഇനി ഈ ലോകത്തിൽ എവിടുന്നും കിട്ടാനില്ല എന്ന് ഉറച്ചു കഴിഞ്ഞാൽ അത് ഇവർക്ക് കുട്ടികളൊക്കെ അത്രയ്ക്ക് ആയിട്ടില്ല. അപ്പോൾ അതൊന്ന് പഠിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇവരെ കൊണ്ട് ചോദിപ്പിച്ചത്. എന്നാൽ നിങ്ങളൊക്കെ കണ്ണടച്ചോളും, നിങ്ങൾക്കിപ്പോൾ വരുന്ന ലോകത്ത് എത്തണം, അത്രയല്ലേ വേണ്ടൂ. കാരണം ആദ്യം കൊണ്ടുപോയില്ല, ഇപ്പോൾ കൊണ്ടുപോകണം. കണ്ണടച്ചപ്പോൾ എല്ലാവരും വരുന്ന ലോകത്തെത്തി. എന്തൊക്കെ അത്ഭുതങ്ങളാണ് ഒരു ലോകത്തെത്തിക്കഴിഞ്ഞാൽ. നന്നായി ഇപ്പം എങ്കിലും ഇവിടേക്ക് വരാൻ തോന്നിയതെന്ന് പറഞ്ഞു. അത്ഭുതമായിട്ട് അവർക്കുള്ള അത്ഭുതങ്ങൾ തോന്നി പലതും. പിന്നെ ഇങ്ങോട്ട് കഴിഞ്ഞപ്പോൾ അവർ വൈകുണ്ഠത്തിലേക്ക് എത്തിയ പ്രതീതി അവർക്ക് ഉണ്ടാവുകയാണ്. ഏതാ വരുന്ന ലോകം ഏതാ വൈകുണ്ഠം എന്നൊന്നും അവർക്ക് അറിയില്ലല്ലോ. വൈകുണ്ഠത്തിലേക്ക് എത്തിയിട്ടുള്ള ആ ഒരു പ്രതീതി ഒന്നിങ്ങനെ കാണിച്ചു കൊടുക്കുക. അപ്പോൾ അവിടെ എന്തെല്ലാം അത്ഭുതങ്ങളാണുള്ളത്. യോഗീശ്വരന്മാർ, സുനന്ദനന്ദന്മാർ, പാർഷദന്മാർ, ഇവരൊക്കെ സത്യജ്ഞാനം അനന്തമായിട്ടുള്ള വൈകുണ്ഠം ഇങ്ങനെ കണ്ടപ്പോൾ വല്ലാത്തൊരത്ഭുതം. അപ്പോൾ ഇവർക്കൊക്കെ വർത്തമാനം പറയാനോ എന്തെങ്കിലുമൊക്കെ പറയാനോ ഒക്കെ ഇങ്ങനെയുള്ള തോന്നലുകളൊക്കെ ഇങ്ങനെ തോന്നുകയാണ്. തമാശയായിട്ടൊക്കെ പറയുമ്പോൾ ഇതിൽ പറയണതല്ല കേട്ടോ. കുട്ടികൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അവിടുത്തെ ഒരു യോഗേശ്വരൻ ആരാ അവിടെ വർത്തമാനം പറയണമെന്ന് ചോദിച്ചു. നമ്മൾ പറയണ കാര്യമാണ്, ഇതിലുള്ളതല്ല. സംസാരിക്കേണ്ട അരുതെന്ന് പറഞ്ഞപ്പോൾ കുട്ടികൾക്ക് അത് തീരെ ഇഷ്ടമായില്ല. അയ്യേ, ഇവിടെ വർത്തമാനം പറയാനും പാടില്ലേ? ഇതിനേക്കാളും നല്ലത് കൃഷ്ണൻ്റെ കൂടെ കഴിയാണ്. എന്തൊക്കെ ഒരു തമാശയാണ് കൃഷ്ണൻ്റെ കൂടെ പറഞ്ഞിരുന്നത്. ഇതൊന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഉദാഹരണമായിട്ട് ഇങ്ങനെ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. കൃഷ്ണ ഞങ്ങൾക്കൊക്കെ വൃന്ദാവനത്തിൽ തന്നെ എത്തിയാൽ മതി. ആ കണ്ണു തുറന്നോളി. കണ്ണു തുറന്നപ്പോൾ എല്ലാവരും വൃന്ദാവനത്തിലെത്തിയിരിക്കുന്നു. വൈകുണ്ഠ ലോകത്തിലെത്തിയതായിട്ടുള്ളൊരു പ്രതീതി എങ്ങനെയുണ്ടായിരുന്നു കുട്ടികളെ ചോദിച്ചു ഭഗവാൻ. അയ്യേ കൃഷ്ണ, കൃഷ്ണൻ്റെ അടുത്ത് ഇവിടെ നിൽക്കുന്ന സുഖമൊന്നും അവിടെ ഞങ്ങൾക്ക് തോന്നിയില്ല. ഒരു കുട്ടി അങ്ങനെ പറഞ്ഞ്. നന്നായി, അത് മനസ്സിലാക്കാൻ തന്നെയാണ് വൈകുണ്ഠത്തിനെ പറഞ്ഞത്. എത്ര ദിക്കില ഭാഗവത്തിൽ പറഞ്ഞ വൈകുണ്ഠത്തിന് തുല്യമല്ല വൃന്ദാവനം, ബ്രഹ്മലോകത്തിന് തുല്യമല്ല വൃന്ദാവനം. കൃഷ്ണാവതാരം പറയുമ്പോൾ ബ്രഹ്മദേവൻ പറയണു ഏറ്റവും കൂടുതൽ ഭാഗ്യം ചെയ്തിട്ടുള്ള ലോകം ഭൂലോകമാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം, ബ്രഹ്മാവിൻ്റെ. കൃഷ്ണാവതാരം ഉണ്ടായത് ഭൂമിയിലാണ്, ബ്രഹ്മലോകത്തുണ്ടായിട്ടില്ല, വൈകുണ്ഠത്തിലുണ്ടായിട്ടില്ല. അതുകൊണ്ട് കൃഷ്ണമാഹാത്മ്യങ്ങൾ കേൾക്കുക, കൃഷ്ണൻ്റെ കൂടെ ഇരിക്കുക, കൃഷ്ണൻ്റെ കൂടെ കഴിയുക, കൃഷ്ണഭാവത്തിൽ വർത്തിക്കുക. ആ സുഖമൊന്നും ഈ ലോകത്തിൽ വേറെ ഒന്നിനും ഇല്ല എന്നുള്ള ആ ഒരു അനുഭവം നമുക്ക് വന്നാൽ ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മളെ കൊണ്ട് മറ്റുള്ളവർ മടുക്കും. അതാ കുഴപ്പം. ഇയാൾക്ക് ഇത് ഒന്നും വേണ്ട, എവിടേക്കും പൂവും വേണ്ട, അത് ഏത് നേരവും ഈ ഭാഗവതം എന്ന് പറഞ്ഞാൽ തോറ്റു ഇയാളെ കൊണ്ട് എന്ന് മറ്റുള്ളവർ ചിലപ്പോൾ പറയും. അതുണ്ടാവും. അല്ലാതെ അവർക്ക് വേറൊരു കുഴപ്പമുണ്ടാവില്ല എന്നാണ്. ഇത് ചിലപ്പോൾ കാരണം അവർക്ക് ലോകത്തിലുള്ളവർക്ക് പല ദിക്കിലേക്ക് പോകണം എന്നാണ്. പോവുക അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തിനാണ് ഏതാണ് ഇതറിഞ്ഞിട്ടൊന്നുമില്ല. എല്ലാവരും പോകുന്നുണ്ട്, ഞാനും പോവുകയാണ്. ഞാൻ പോവുകയാണ് കൊട്ടിയൂർക്ക്, നിങ്ങളും പോവുകയാണ്. ഞാനും പോരണു. ഗുരുവായൂർക്ക് പോരണോ? പോവുക. ബസ് പോകുന്നുണ്ട്. നാലമ്പലം ചുറ്റണോ? അപ്പോൾ എല്ലാവർക്കും ഈ ലക്ഷ്യം എന്താ വെച്ചാൽ സാധാരണ ജീവിതത്തിൽ നിന്നൊരു ചേഞ്ച് അത്രയേ ഉള്ളൂ. അത് ആവശ്യമില്ല ആർക്ക്, ഭക്തന്മാർക്ക്. എന്ത് ചേഞ്ചാണ്? ഇതിനേക്കാൾ നല്ലതിലേക്കാണെങ്കിലല്ലേ ആ ചേഞ്ചിന് ആഗ്രഹമുണ്ട്. ഒരു ചേഞ്ചിന് വേണ്ടി ആരെങ്കിലും ചേഞ്ച് ചെയ്യുമോ? നമ്മൾ പതിവില്ല കേട്ടോ. ഇനി ആരെങ്കിലും ആ മാറ്റം നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും മാറ്റം നല്ലതാണ്. ഇതിനേക്കാളും മെച്ചപ്പെട്ട ഇനി എന്ത് കിട്ടാനാണ്? ആലോചിച്ച് നോക്കൂ. അപ്പോൾ ആ ഭാവത്തിൽ വർത്തിക്കുന്നവർക്ക് ഒരു ദിക്കിലും പോകേണ്ടി വരില്ല, വേറൊന്നിനെ പറ്റിയും ചിന്തിക്കേണ്ടി വരില്ല. ഇതിലവർക്ക് മുഷിപ്പുണ്ടെങ്കിലല്ലേ ഒരു രസത്തിന് വേറെ പോകണ്ടു. രസം തേടുന്നത് ആരാ?
ഉള്ള സ്ഥിതിയിൽ മുഷിപ്പുള്ളവർ അല്ലേ. അപ്പോൾ ആ ഒരു തത്വം കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തു. കുട്ടികളെ, വൈകുണ്ഠത്തിൽ പോലും ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന, എൻ്റെ കൂടെ അനുഭവിക്കുന്ന ഈ സുഖം ഇല്ല. നമുക്കും പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഭ്രമൊക്കെ മനസ്സെന്ന് കളഞ്ഞോളൂ എന്ന് കാണിക്കാൻ. ഇപ്പം ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കാനാണ് കൃഷ്ണാവതാരം. ബ്രഹ്മദേവനെ പ്രശസ്തയത്തിൽ കൂടെ അഹങ്കാരം തീർത്ത് അനുഗ്രഹിച്ചു. ഇന്ദ്രൻ്റെ അഹങ്കാരം ഇന്ദ്രയജ്ഞഭംഗത്തിൽ കൂടെ തീർത്തു. അഗ്നിദേവൻ്റെ അഹങ്കാരം അഗ്നിദേവനെ കുടിച്ചു. തൻ്റെ കീഴിലാണ് അഗ്നിദേവൻ, അതിലപ്പുറം ഒരു അഗ്നിയൊന്നുമില്ല. എന്ന് അഗ്നിയെ കുടിക്കുക എന്ന് പറഞ്ഞാൽ അഗ്നിയോട് ജയിച്ചു എന്നാണല്ലോ. വരുണനെ ജയിച്ചു, നന്ദനെ മോചിപ്പിച്ചു കൊടുന്ന ഈ ലീലയിൽ കൂടിയിട്ട് സർവബാധ വിധമായിട്ടുള്ള ദേവന്മാരെയും ജയിച്ചു. ശിവനെ അടക്കം ജയിച്ചിരിക്കണു. ഏതിൽ? ശിവനെ മോഹന ശങ്കരമോഹനം എന്ന ലീലയിൽ കൂടെ, കൃഷ്ണാവതാരത്തിലുള്ള ലീലയല്ല, എന്നാലും ഇതിന് മുമ്പുണ്ടായിട്ടുള്ള ലീലയിൽ. അങ്ങനെ സർവ്വദേവന്മാരെയും അതിശയിച്ച് ആ ജയിച്ചതായിട്ടുള്ള ഒരു കൂട്ടർക്കും കൂടി ഭഗവാന്റെ അനുഗ്രഹം കിട്ടാനുണ്ട്. അതാരാണ്? ഗോപസ്ത്രീകൾ. പശുക്കളെ അനുഗ്രഹിച്ചു. ഏത് കൂടെ? ഇന്ദ്രയജ്ഞപങ്കലിയിലെ കൂടെയിട്ട് പശുക്കളെ അനുഗ്രഹിച്ചു. ഇനി ഗോപികളെ അനുഗ്രഹിക്കാനുള്ള ലീലയാണ് രാസക്രീഡ എന്ന് പറയുന്നത്. രാസക്രീഡ അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിൽ വിവേകാനന്ദ സ്വാമിയോട് പറയുക, ഭാഗവതത്തിലില്ലാത്ത ഒരു ആത്മീയം വേറെ എവിടെയും കാണില്ല എന്നാണ്. ഭാഗവതത്തിലില്ലാത്ത ഒരു ആത്മീയം വേറെ എവിടെയും കാണില്ല. അതിൽ വെച്ച ഏറ്റവും പ്രധാനമാണ് എന്ത്? ദശമസ്കന്ധം. ആ ദശമസ്കന്ധത്തിൽ പ്രധാനമാണ് എന്ത്? 5 അധ്യായമായ രാസക്രീഡ, രാസപഞ്ചാധ്യായി. ആ രാസക്രീഡയിൽ ഏറ്റവും പ്രധാനമാണ് ഗോപികാഗീതം. എല്ലാ ഉപനിഷത്തുക്കളിലും പറയുന്ന തത്വം ഒതുക്കിയിട്ടുള്ളതാണ് ഗോപികാഗീതം എന്ന 19 ശ്ലോകം. ചുരുക്കം ഗോപികാഗീതം വായിച്ച ഭാഗവതത്തിലുള്ള തത്വങ്ങളൊക്കെ അതിൽ ഉണ്ടാവും. അപ്പോൾ ആ രാസക്രീഡ എങ്ങനെ ഗോപികൾ ഭഗവാനെ അനുഗ്രഹിച്ചു എന്നതാണ്. എല്ലാ ഭാഗവും നമുക്ക് ഒന്നിച്ച് പറയാൻ പറ്റില്ല, 1-2 ഭാഗത്തിൽ നോക്കാം. എന്തായാലും വിസ്തരിച്ചാൽ അർത്ഥമില്ല ഒന്നിനും. ഭാഗവതത്തിൽ വിസ്തരിച്ചാൽ ഒന്നിനും അറ്റമില്ല. അതുകൊണ്ട് കുറച്ച് ചുരുക്കിയിട്ടേ പറയുന്നുള്ളൂ. ഇവിടെ പറയണം, ഭഗവാനപിതാരാത്രി ശരദോൽപുല്ലമല്ലിക വീക്ഷരന്തം മനച്ചക്രേ യോഗമായാമുപാശ്രിത. ഇവിടെ പറയണം, ഭഗവാൻ താരാത്രി യോഗമായാമുപാശ്രിത വീക്ഷരന്തം മനച്ചക്രേ. ആ ശ്ലോകത്തിൽ അവസാനത്തെയും ആദ്യത്തെയും വാക്ക് തന്നെ രാസക്രീഡയ്ക്കുള്ള ഉത്തരമാണ്. ഭഗവാൻ ആരാണ് ഇവിടെ സ്ത്രീകളുമായിട്ടുള്ള ലീല നടത്തുന്നത്? ഞാനോ നീയോ എക്സോ വയ്യോ അല്ല, ഭഗവാൻ. ആരാണ് ഭഗവാൻ? ഐശ്വര്യം, യശസ്, ജ്ഞാനം, മറ്റുള്ളവരെ നിയന്ത്രിക്കുക, അതുപോലെ യശസ്, ഒന്നിനോടും സംഘമില്ലാണ്ടിരിക്കുക, സമ്പത്തിൻ്റെ ദേവത, അധിപസ്ഥാനം, ഇതിനൊക്കെയാണ് ഭഗം എന്ന് പറയുക. ഭഗം എവിടെയുണ്ടോ അയാൾ ഭഗവാൻ. സ്ത്രീപക്ഷത്ത് ഭഗവതി. അപ്പോൾ ഭഗവാൻ സാധാരണക്കാരനല്ല. അസാധാരണ മാഹാത്മ്യമുള്ള ഒരാളുടെ ലീലയെ വീക്ഷിക്കുമ്പോൾ പ്രാകൃത ബുദ്ധിയാ കണ്ടുകൂടാ എന്ന് ആദ്യം തന്നെ നമ്മളെ ബോധിപ്പിക്കുന്നു. ഭഗവാൻ ഒന്നിനോടും സംഘമില്ലാതെ ഏത് പ്രവൃത്തിയും ചെയ്യാൻ കഴിവുണ്ട്. നമുക്ക് പറ്റില്ല, ഏതിനോടും സംഘം ഉണ്ടാവും. 7 ദിവസം സപ്താഹം വായിച്ചാൽ പോലും ആ ജനങ്ങളോടൊരു സംഘം, ആ അമ്പലത്തിനോടൊരു സംഘം, ആ സീറ്റിനോടും കൂടി സംഘം ഉണ്ടാവും. ഇന്നിപ്പോൾ 2 മണി കഴിഞ്ഞാൽ അവിടെ ഇരിക്കാൻ പറ്റില്ലല്ലോ അല്ലേ? അവിടെ ഇല്ലെങ്കിൽ വേറെ ദിക്കിലിരിക്കാൻ നമുക്ക് ചിലപ്പോൾ തോന്നില്ല. അവിടെ സംഘം ഉണ്ടാവും, നല്ല സ്ഥലവും നല്ല ആളുകളും നല്ല സദസ്സും വായനയൊക്കെ വെച്ചാൽ. അപ്പം അതിലും കൂടി സംഘം ഉണ്ടച്ചാൽ ആലോചിച്ച് നോക്കിയാൽ അതൊക്കെ വലിയൊരു കാര്യം. അപ്പം ഭഗവാൻ ആണ് ഇവിടെ ലീലകൾ നടത്തുന്നത്. ശരത്കാലത്ത് വിരിഞ്ഞതായിട്ടുള്ള താമര, മല്ലിക, പിച്ചകപ്പൂവോ മുല്ലപ്പൂവോ മുതലായിട്ടതൊക്കെ ആയ നല്ല ഒരു സമയത്ത്, ശരത്കാലത്ത് എങ്ങനെ സ്ത്രീകളുമായിട്ട് ലീല നടത്താൻ തീരുമാനിച്ചു? യോഗമായ മുപാശ്രിത. യോഗമായെ ആശ്രയിച്ചിട്ട്. നേരത്തെയും പറഞ്ഞു, ഈ ആശ്രിത പദം സംസ്കൃതത്തിൽ ഉപയോഗിക്കുമ്പോൾ വലിയ ആളെ ചെറിയ ആളെ ആശ്രയിക്കുക എന്ന അർത്ഥത്തിലാണ് മലയാളത്തിൽ നമ്മൾ പറയുക, നമ്മുടെ ഭാഷയിൽ. പക്ഷെ ഇതല്ല സംസ്കൃതത്തിലത്തെ അർത്ഥം വരിക.
ആശ്രിത എന്ന വാക്കിന് ടു യൂസ്, ഉപയോഗിക്കുക എന്നുള്ള അർത്ഥമാണ്. ഒരു ഉപകരണം നമ്മൾ ഉപയോഗിച്ചാൽ ആ ഉപകരണം നമ്മുടെ കീഴിലാണ്. നിങ്ങളുടെ ഉപകരണത്തിൻ്റെ കീഴിൽ നമ്മളാണോ? അതേപോലെ യോഗമായി ഇവിടെ തൻ്റെ കീഴിൽ നിർത്തി ഉപയോഗിക്കുകയാണ് ചെയ്തതാണ് ആശ്രിത പദം. യോഗമായി ഒന്നങ്ങനെ ഉപയോഗിച്ചു, അത്രയേ ഉള്ളൂ. അതിനടിമപ്പെട്ടിട്ടില്ല. എക്യുപ്മെൻറ്റ് നമ്മൾ ഓഫാക്കിയാൽ അപ്പോൾ ഓഫാവും അല്ലേ? നിർത്തേണ്ടപ്പം നിർത്തണു, തിരിക്കേണ്ടപ്പം തിരിക്കണു, നിയന്ത്രിക്കേണ്ടപ്പം നിയന്ത്രിക്കണു. ഒക്കെ നമ്മുടെ നിയന്ത്രണത്തിലാണ് ഒരു വാഹനം. ഡ്രൈവറുടെ നിയന്ത്രണത്തിലാണ് വാഹനം കംപ്ലീറ്റ്. നിർത്തേണ്ടപ്പം നിർത്തണം, സ്പീഡ് കൂട്ടേണ്ടപ്പം കൂട്ടണം, കുറയ്ക്കേണ്ടപ്പം കുറയ്ക്കണം, തിരിക്കേണ്ടപ്പം തിരിക്കണം, ഒക്കെ തൻ്റെ നിയന്ത്രണമാണ്. വേണ്ടാച്ചാൽ നിർത്തണം, പിന്നെ ഒന്നുമില്ല ഇനി. അപ്പോൾ താനാണ് പൂർണ്ണമായിട്ട് ഇത് നിയന്ത്രിക്കുന്നത്. ഇതുപോലെ യോഗമായ മുബാശ്രിത, ഗഹന ഗംഭീരാണ് ഓരോ വാക്കിൻ്റെ അർത്ഥം. യോഗമായി താനൊന്നങ്ങനെ ഉപയോഗിച്ചു. കാരണം അതില്ലാണ്ടപ്പോൾ തനിക്ക് ഇവിടെ നടത്താൻ പറ്റില്ല എന്ന് മാത്രം, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഒരിക്കലും അതിനടിമപ്പെട്ടിട്ടല്ല. ഇവരണ തതോടു രാജക്കുബക്കര മുഖം പ്രാചാവിലിംബന്നരുണേന ശന്തമേ സചക്ഷണീനാമുദക ചുജോ മൃജൻ പ്രിയപ്രിയായ ഇവ ദീർഘദർശന. ഈ സമയത്ത് രാത്രി ചന്ദ്രൻ ഉദിച്ചു. ഉടുരാജ, ഉടു എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങൾ, അതിൻ്റെ രാജൻ ചന്ദ്രൻ. ആ ചന്ദ്രൻ കിഴക്കുഭാഗത്ത് ഉദിച്ചു എന്നേ ഇവിടെ പറയണുള്ളൂ. പക്ഷെ അത് ആലങ്കാരികമായിട്ട് പറയുമ്പോൾ എങ്ങനെ പറഞ്ഞു? പ്രിയപ്രിയായ ഇവ ദീർഘദർശന. ശരിക്കും പറയുകയാണെങ്കിൽ ചില സമുദായത്തിൽ സ്ത്രീകൾ അല്ലെങ്കിൽ പത്നി എന്തെങ്കിലും ഒരു കാര്യത്തിന് പത്നീഗൃഹത്തിലേക്ക് പോയാൽ, പ്രസവത്തിനോ എന്തെങ്കിലും ആവട്ടെ, തിരിച്ചു വരുമ്പോൾ അവിടെ കുറച്ചങ്ങനെ താമസിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ ഈ ഭർത്താവ് ആ സ്ത്രീയുടെ നെറ്റിയിൽ കുങ്കുമം ചാർത്തിയിട്ട് അവളെ സ്വീകരിക്കണം എന്നാണ്. എല്ലാവർക്കും അത് ഇതുണ്ടോ എന്നറിയില്ല, ചില സമുദായത്തിൽ ഒക്കെ ഉണ്ട് എന്നാണ് അറിവ്. നമ്മുടെ അറിവ് വെച്ച് പറയണമെന്നേ ഉള്ളൂ. കുങ്കുമം ചാർത്തിയിട്ട് ആ സ്ത്രീയെ കൈ പിടിച്ച് സ്നേഹത്തോടെ ഇങ്ങോട്ട് ആനയിക്കണം. നീ വരുന്നത് ഇവിടെ പരിപൂർണ സ്വാഗതം തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് പൂർണ്ണ മനസ്സോടു കൂടിയുള്ള ആ ഒരു സ്വീകരണത്തിൽ ഇവിടെ പറയാൻ കാരണം അത് ഉപമയാണ് കേട്ടോ. നെറ്റിയിൽ കുങ്കുമം ചാർത്തുന്നത് പോലെ പ്രിയപ്രിയായ ഇവ ദീർഘദർശന, ദീർഘദർശനായിരിക്കുന്ന ഒരു ഭർത്താവ് നാളെയും അവളുടെ കൂടെ കഴിഞ്ഞുകൂടേണ്ടതാണ് എന്ന സദ്വിചാരത്താൽ സ്നേഹത്തോടു കൂടിയിട്ട് അവളെ നെറ്റിയിൽ കുങ്കുമം ചാർത്തി സ്വീകരിക്കുന്നത് പോലെ കിഴക്ക് ഭാഗത്ത് ചന്ദ്രൻ ഉദിച്ചു. ഒരു ഉപമ കൊടുന്നു എന്ന് മാത്രം. ദൂരെ പോയ ആ പത്നി തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ പ്രിയപ്രിയായ ഇവ ദീർഘദർശന, പ്രിയപ്രിയായ നെറ്റിയിൽ കുങ്കുമം ചാർത്തി സ്വീകരിക്കുന്നത് പോലെ തോന്നും ചന്ദ്രൻ ഉദിച്ചത് കണ്ടാൽ. ചന്ദ്രൻ എങ്ങനെ ചുവപ്പാവും? ഉദിച്ചു വരുമ്പോൾ ചുവപ്പാവും, പിന്നെയാണല്ലോ മഞ്ഞ നിറ വെള്ള നിറമൊക്കെ ആയിട്ട് വരിക. അപ്പോൾ ഉദിച്ചു വരുന്ന ചുവന്ന കളറിനെ ഇവിടെ കുങ്കുമം ചാർത്തിയതായിട്ട് ഉപമിച്ചു. എന്നിട്ടോ ദൃഷ്ടാകുമുദ്ദന്തമഖണ്ഡമണ്ഡലം രമാനനാഭം നവകുങ്കുമാരുണം വനഞ്ജതൽ കോമളഗോവിരഞ്ജിതം ജഗോകളം വാമദിശാം മനോഹരം. മുമ്പൊരിക്കൽ ഭഗവാന്റെ വേണുഗാനത്തെ പറഞ്ഞു. ഭഗവാന്റെ ഈ വക ഭാവങ്ങളൊക്കെ ഏത് വാക്കുകൊണ്ടാണ് നമുക്ക് വർണ്ണിക്കേണ്ടത് നിശ്ചയില്ലാണ്ട് വരും ചിലപ്പോൾ. അത്ര ആ ഒരു സുന്ദരമായിട്ടുള്ള അവസ്ഥ. നിലാവ് ഇങ്ങനെ ഉദിക്കുക, യമുനാ നദി ഇങ്ങനെ ഒഴുകുക, നല്ല കാട്, ധാരാളം മരങ്ങൾ, പുഷ്പങ്ങൾ, അതിൻ്റെ സുഗന്ധമൊക്കെ ഉണ്ട്, കാറ്റിങ്ങനെ വീശിക്കൊണ്ടിരിക്കണു. ആ സമയത്ത് ഇല്ലേ അഷ്ടപതിയിലൊക്കെ പറഞ്ഞ ധീരസമേരേ യമുനാ തീരേ എന്നൊക്കെ പറഞ്ഞ പോലെ ജഗോകളം വാമദിശാം മനോഹരം. തൻ്റെ ആ ഓടക്കുഴൽ മനോഹരമായിട്ടൊന്നാണ്ട് ഊതി ഭഗവാൻ എന്ന് പറയണം. കൃഷ്ണൻ്റെ ഓടക്കുഴലിന് തുല്യം വയ്ക്കാൻ കൃഷ്ണൻ്റെ ഓടക്കുഴലല്ലാതെ ഈ ലോകത്തിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ? ആ സ്വരമാധുരിയിൽ ലയിക്കാത്തതായിട്ടുള്ള ഒരു വസ്തു ലോകത്തിലില്ല എന്ന് വേണം. മരമാവട്ടെ, ചെടിയാവട്ടെ, വൃക്ഷാവട്ടെ, പക്ഷിയാവട്ടെ, എല്ലാവർക്കും അലിവുണ്ടാക്കുന്ന, സർവം മറപ്പിക്കുന്ന മനോഹരമായിട്ടുള്ള ജഗവും കളം കളഗീതം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും കേൾക്കാൻ സുഖമുള്ളതിനാണ് ഈ കളഗീതം എന്ന് പറയുക. അതങ്ങനെ ഒഴുകി വരികയാണ്. ബാഹുദന്തേന രത്നജലവലയ വൃതാശ്രോണപാണി പ്രവാളേനോപാത്താം
വേണുനാളീം പ്രസുതനഖമയൂകാങ്കുലീ സംഘസാരാം. മേപ്പത്തൂരിന് തോന്നി ആ വേണുഗാനം ഒന്ന് കേൾക്കാനുള്ള ഭാഗ്യം തനിക്കുണ്ടോ? കൃഷ്ണനെ കണ്ടും കൊണ്ടാണ് വർണ്ണിക്കുന്നത്. ഓടക്കുഴലിൽ കേട്ടിട്ടുണ്ടോ നിശ്ചല്യ, അതൊന്ന് എന്നെ കേൾപ്പിക്കണേ ഗുരുവായൂരപ്പാ. ആ ശബ്ദം ഒന്ന് എൻ്റെ ചെവി കൊണ്ട് കേൾക്കണം. കാരണം രാവിലെ ആയ കലിയുഗത്തിൽ കേൾക്കണതൊക്കെ സുഖമില്ലാത്ത വർത്തമാനമാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് കുളിർപ്പിക്കാൻ ലേശരാശ്വാസത്തിന് ആ വേണുഗാനം എന്നെ കേൾപ്പിച്ചു തരുമോ? സിഞ്ചമേ കർണവീതിം. ഈ വേണുഗാനം ഇങ്ങനെ കേൾക്കണം. നിശമ്യഗീതം തദനംഗവർദ്ധനം വ്രജത്രിയ കൃഷ്ണഗൃഹീതമാനസാം അജഗ്മുരന്യോന്നമലക്ഷിതോ അദ്യമാ സയത്ര കാന്തോ ജവലോലകുണ്ടല. ഈ വേണുഗാനം തദനംഗവർദ്ധനം ഗീതം നിശമ്യ, വളരെയേറെ സമ്മോഹം ഉണ്ടാക്കുന്നതായ ഈ വേണുഗാനം, ആർക്കും മോഹം ഉണ്ടാക്കുന്നതായ അനംഗവർദ്ധനമായിരിക്കുന്ന കാമോദ്ദീപകമായിട്ടുള്ള ചില ചിന്തകൾ ഉയർത്തുന്ന ആ വേണുഗാനം ഇങ്ങനെ കേട്ട് സ്ത്രീകൾ എന്ത് ചെയ്തു? വ്രജസ്ത്രീയ കൃഷ്ണഗൃഹീത മാനസ, കൃഷ്ണനാൽ ആകർഷിക്കപ്പെട്ടിട്ട് കൃഷ്ണഗൃഹീത മാനസകളായിട്ട്, കൃഷ്ണനാൽ ആകർഷിക്കപ്പെട്ട ആ ഒരു മനസ്സോട് കൂടിയിട്ട് ആജഗ്മുരന്യോന്യമലക്ഷിതോദ്യമ സയത്ര കാന്തോ ജവലോല കുണ്ടലാം, ഇളകുന്ന കുണ്ടലങ്ങളോട് കൂടിയിട്ട് കാട്ടിലേക്ക് ഏതോ ഒരു ശക്തിയാൽ ആകർഷിക്കപ്പെട്ട പോലെ എത്തി. എപ്പോഴാണ് അവർ പുറപ്പെട്ട, ഏത് പ്രവൃത്തി ചെയ്യുന്നിടത്താ നിർത്തി, എങ്ങനെ വന്നതെന്നൊന്നും അവർക്കറിയില്ല. അതൊന്നും ചോദ്യമില്ല, കഥയിൽ ചോദ്യമില്ല എന്ന് പറഞ്ഞ പോലെ ഏതോ ഒരു ശക്തിയാൽ ആകൃഷ്ടരായവർ എന്ന പോലെ വേണുഗാനത്താൽ ആകൃഷ്ടരായിട്ട് ഇളകുന്ന കുണ്ടലങ്ങൾ ധരിച്ചു കൊണ്ടുവന്നു. താവദേവ കൃതമണ്ഡനേ കലിത കഞ്ചുളീക കുജമണ്ഡലേ കണ്ഡലോലമണികുണ്ടലേ യുവതി മണ്ഡലേ തപരിമണ്ഡലേ. മനോഹരമായിട്ടുള്ള വേഷഭൂഷകളൊക്കെ അണിഞ്ഞുകൊണ്ട് പേൽപ്പീലിയൊക്കെ ചാർത്തി അങ്ങനെയൊക്കെയാണ് ഭഗവാൻ അവിടെ നിൽക്കുന്നത്. ഈ സ്ത്രീകളും അതേപോലെ ആ വസ്ത്രാഭരണങ്ങളൊക്കെ അണിഞ്ഞ കുണ്ടലങ്ങൾ ധരിച്ച്, ഇളകുന്ന കുണ്ടലങ്ങൾ ധരിക്കുക എന്നാണ്. ഇളകുന്ന തൂക്കലുള്ള ചെറിയൊരു തൂങ്ങലുള്ള കുണ്ടലം ധരിച്ചുകൊണ്ട് കാട്ടിൽ അവരെല്ലാവരും കൂടെ എത്തിച്ചേർന്നു അല്ലേ. ഇങ്ങനെ ശ്ലോകം ചൊല്ലിയിട്ട് അങ്ങോട്ട് പറയാൻ തുടങ്ങിയ ഭാഗവതം എവിടെ അവസാനിക്കുക ആലോചിച്ചു. പക്ഷെ അതിൻ്റെ ആ ഒരു ഭംഗി, പ്രത്യേകിച്ച് ചില ഭാഗത്തിന് അധികമുണ്ട് ആ ശ്ലോകങ്ങളുടെ ഒരു ഭംഗി. എങ്ങനെ നമ്മളല്ലേ സ്പീഡിൽ പറഞ്ഞു പോയാൽ വല്ല അനുഭവം നമുക്കുണ്ടാവുമോ? അങ്ങനെ സുന്ദരികളായിട്ട് അവർ വ്യത്യസ്തവസ്ത്രാഭരണ കാച്ചിൽ കൃഷ്ണാന്തികം ചെയ്യൂ. വസ്ത്രാഭരണങ്ങളൊക്കെ തിരിച്ചും മറച്ചു വിട്ടിട്ട് അത്രേ സ്ത്രീകൾ വന്നത് എന്ന് പറയാം. പശുവിനെ കറക്കുന്ന ആളെ അവിടെ വെച്ചു, ആ പാത്രം കൂടി അവിടെ ഇട്ടിട്ട് പാലൊക്കെ താഴ്ത്ത് പോയോ നിശ്ചയില്ല. പശുവിനെ കറക്കണ ഒരു ദോഹം ഹിത്വ, പശുവിനെ കറക്കൽ അവിടെ നിർത്തി. വേറെ ചിലർ കുട്ടികൾക്ക് ആഹാരം കൊടുക്കുമായിരുന്നു, അതവിടെ നിർത്തി. പരിവേഷയന്ത്യത്വ, കുട്ടികൾക്ക് ചിലർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കണവർ, അത് അവിടെ നിർത്തിയിട്ട് അങ്ങനെ പോയി. കുട്ടികൾക്ക് പാല് കൊടുക്കണവരുണ്ട്, അവർ അത് നിർത്തിയിട്ട് അവിടെ പോയി. ശുശ്രൂഷന്ത്യ പതിൻകാശിൽ, ഭർത്താക്കന്മാരെ ശുശ്രൂഷിക്കുന്നവർ ആ പ്രവൃത്തി അവിടെ വെച്ചിട്ടും അശ്നന്ത്യോ ഭാര്യഭോജനം, ഭക്ഷണം കഴിക്കണവരെ തന്മധ്യേ ആ ഭക്ഷണം നിർത്തിയിട്ട് അങ്ങനെ അവരങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഈ വേഷവും ഭൂഷയൊക്കെ അണിയുമ്പോൾ ചില കുഴപ്പങ്ങളുണ്ടായി എന്ന് പറയുകയാണ്. ഒരു ചെവിയിൽ മാത്രം കുണ്ടല അണിഞ്ഞിട്ടാണ് അത്രേ ചിലർ വന്നത്, മറ്റേ ചെവിയിൽ അണിയാൻ മറന്നു. ചിലരാവട്ടെ കഴുത്തിൽ അണിയണത് അരയെ കെട്ടിയിട്ടും അരയെ കെട്ടേണ്ടത് കഴുത്തിൽ കെട്ടിയിട്ടും വന്നിരിക്കുന്നു. ചിലർ മുമ്പിലേക്ക് ഓപ്പൺ ചെയ്യണതൊക്കെ പിന്നാക്കം ഓപ്പൺ ചെയ്തു, സൈഡ് ഓപ്പനും ബാക്ക് ഓപ്പനും എന്തൊക്കെ ഓപ്പനാണ് അവിടെ ഉണ്ടായ നിശയിലൊക്കെ അതിന് ശേഷം അത്രയും ഫാഷൻ ഉണ്ടായത്. ആദ്യം ചെയ്തത് ഗോപസ്ത്രീകളാണ്. അതാണ് എങ്ങോട്ട് തിരിച്ചിടണം, തിരിച്ചിട്ടു മറിച്ചിട്ടു, അതൊന്നും നോക്കിയില്ല, കിട്ടിയത് അങ്ങോട്ട് ഉടുക്കുക, അങ്ങോട്ട് പോരുക. അപ്പോൾ അവരുടെ വസ്ത്രാഭരണങ്ങളൊക്കെ തിരിച്ചും മറിച്ചും ഒരു കയ്യിൽ മാത്രം അണിഞ്ഞവർ ഇല്ലേ. കണ്ണിൽ അഞ്ജന എഴുതേണ്ടതിന് പകരം കൊണ്ടേ കവിളത്ത് ഒരാൾ എഴുതിയിരിക്കുന്ന ഒരു സ്ത്രീ, കവിളത്ത് മഷി എഴുതിയിരിക്കുക. ഇങ്ങനെ വ്യത്യസ്തവസ്ത്രാഭരണ കാച്ചിൽ കൃഷ്ണാന്തികം എയ്യു. ആ ഭഗവാന്റെ അടുത്ത് ചിലർ ഭർത്താക്കന്മാർ തടഞ്ഞു, അതൊന്നും അവർ നോക്കിയതേ ഇല്ല. എങ്ങനെയാ അതിന്നൊക്കെ രക്ഷപ്പെട്ട് ആർക്കും അറിയില്ല. അവരിവിടെ എത്തി. അത് സഹപ്രേഷ്ടവിരകതി പ്രതാപദുദാശുഭ. അനവധി കാലമായിട്ട് കൃഷ്ണൻ്റെ കൂടെ നടക്കണം, കൃഷ്ണൻ സദാ തങ്ങളുടെ കൂടെ ഉണ്ടാവണം, കൃഷ്ണനെ ആവോളം അനുഭവിക്കണം, കൂടെ നടക്കണം. തമേവ പരമാത്മാനം
ചാരബുദ്ധ്യാവിസംഗത, പരമാത്മാവായിരിക്കുന്ന ആ കൃഷ്ണനെ ഈശ്വരൻ എന്ന ഭാവത്തിൽ അല്ലാതെയാണ് ഇവരറിഞ്ഞത്. എങ്കിലും അതിനൊരു മഹത്വം ഉണ്ടായിരുന്നു. കാരണം ഏത് രീതിയിലും ആയിക്കോട്ടെ, നമ്മൾ ഭഗവാനെ ഭജിക്കുന്നത് ഭഗവാനാണ് എന്ന് അറിഞ്ഞല്ലെങ്കിലും ഉണ്ട് അതിന് ഗുണം എന്നാണ്. അപ്പോൾ ചാരബുദ്ധ്യാപി, ഇതൊരു പരപുരുഷൻ എന്ന നിലയ്ക്കാണ് ഇവർ കൃഷ്ണനെ പ്രാപിച്ചതെങ്കിലും പരമമായിരിക്കുന്ന ആ ലക്ഷ്യത്തിലെത്താൻ അവർക്ക് സാധിച്ചു എന്ന് പറയാണ്. അപ്പോൾ അവിടെ പരീക്ഷത്ത് ചോദിക്കുകയും ചെയ്തു, ശരിക്കും ഈശ്വരൻ എന്ന നിലയ്ക്ക് അല്ലല്ലോ ശിവമഹർഷിയെ അവർ കണ്ടത്, അപ്പോൾ ഇത് ശരിയാവുമോ? പ്രത്യേകിച്ചും ആദിപത്യമുള്ളതായിട്ട് സ്ത്രീകളെ എങ്ങനെയാണ് രാത്രിയാണ് ഇവിടെ വന്നിരിക്കണം, വേറൊരു പുരുഷൻ്റെ പിന്നാലെ പോവുക? പറഞ്ഞു, തമ്പുരത്താതേതത്തെ, പല കഥകളിൽ കൂടെ ഞാൻ പറഞ്ഞു, ഹിരണ്യാക്ഷനും ഹിരണ്യേശ്വവും ഇവരൊക്കെ ശത്രുബുദ്ധിയാണ് ഭഗവാനെ ഭജിച്ചത്. യശോദയൊക്കെ കുട്ടി എന്നുള്ള നിലയ്ക്കാണ് ഭജിച്ചത്, പുത്രഭാവത്തിൽ. ഏത് ഭാവത്തിലായാലും ആ മനസ്സ് കൃഷ്ണേ നിവേശേ, മനസ്സ് കൃഷ്ണനിൽ വന്നാൽ അതിൻ്റെ ഫലം മോക്ഷമാണ് എന്ന് ഞാൻ നേരത്തെ തന്നെ അങ്ങയോട് പറഞ്ഞില്ലേ. അപ്പോൾ ഏത് രീതിയിലായ എന്താ, കാമം ക്രോധം ഭയം സ്നേഹം ഐക്യം സൗഹൃദമേവ ഉച്ച നിത്യം കരോ വിദതോ യാന്തി തന്മയതാം ഹിതേ. ക്രോധത്തോടു കൂടിയിട്ട് കൃഷ്ണനെ കൊല്ലണം. കംസൻ അങ്ങനെ വിചാരിച്ച് ഭയത്തോടു കൂടിയിട്ടാണ് വിചാരിച്ചത്. ഭയവും ദേഷ്യവും കലർന്ന രീതിയിൽ ഭയം തന്നെ ദേഷ്യമായിട്ട് മാറുക ചെയ്ത്. ചിലരെപ്പോഴും കാമം കൊണ്ടാണ് ഗോപികൾ. അപ്പോൾ ഏത് രീതിയിലായിക്കോട്ടെ, സ്നേഹം ഐക്യം സൗഹൃദം, അർജുനൊക്കെ തോളിൽ കൈയിട്ട് നടക്കുന്ന സഖാവായിട്ട് കൃഷ്ണനെ കണ്ടു. ഏത് രീതിയിലായാലും മനഃകൃഷ്ണേ നിവേശേ, മനസ്സ് കൃഷ്ണനിലാണ് വന്ന് പെട്ടാൽ മതി, അതിൻ്റെ ഫലം മോക്ഷമാണ്. യോഗേശ്വരേശ്വരേ കൃഷ്ണേ യഥ ഏതത് വിമുച്യതേ. മനോഹരമായിട്ടുള്ള ആ സ്ഥാനം, ഒരിക്കലും നാശമില്ലാത്ത സ്ഥാനത്തേക്ക് ഏതൊരാൾക്കും ഏത് രീതിയിൽ ഭഗവാനെ വിചാരിച്ചാലും എത്താൻ പറ്റും. ആ സ്ത്രീകളെയൊക്കെ കണ്ടപ്പോൾ ഭഗവാൻ ആദ്യം അവർക്കൊരു സ്വാഗതം പറഞ്ഞു. സ്വാഗതം ഭോ മഹാഭാഗ പ്രിയം കിം കരവാണിവ. നിങ്ങളൊക്കെ വന്ന സ്ഥിതിക്ക് ഞാനൊന്നങ്ങനെ സ്വാഗതം ചെയ്തു. പക്ഷേ എന്താ അപ്പം അങ്ങനെ വരാൻ കാരണം? പ്രജസ്യാനാമയം ഗച്ഛൽ ബ്രൂത ആഗമന കാരണം. അവിടെ വല്ല അബദ്ധം ഉണ്ടായോ? രാത്രി വന്നതുകൊണ്ട് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ സ്ത്രീകളെ രാത്രി ഇറങ്ങി നടക്കലില്ലല്ലോ, ഉണ്ടോ? അപ്പോൾ അതുകൊണ്ട് അനമയം വല്ല കുഴപ്പവും അവിടെ ഉണ്ടായോ എന്നങ്ങനെ ചോദിക്കുകയാണ്. പിന്നെ രജന്യേഷ ഘോരരൂപ ഘോരസത്വ നിഷേപിത. രാത്രി എന്ന് പറഞ്ഞാൽ പല രക്ഷസുകൾ, പിശാചുക്കൾ, മൃഗങ്ങൾ, രാത്രി സഞ്ചരിക്കുന്ന ചില മൃഗങ്ങളുണ്ടാവും. ഇതൊക്കെ നടക്കുന്ന സമയമാണ് രാത്രി. രജന്യേഷ ഘോരരൂപ ഘോരസത്വ നിഷേപിത. ഘോരസത്വങ്ങളും പിശാചുക്കളും രാക്ഷസന്മാരും. സ്ത്രീകൾ സാധാരണ ഇറങ്ങി നടക്കാറില്ല. മാതരപ്പിതര പുത്ര ഭ്രാതര പതയച്ചവ വിജിന്യന്തിക്ക് അപശ്യന്തോ മാകുട്ടം ബന്ധുസദൃസം. നിങ്ങളുടെ ഭർത്താക്കന്മാരെ അല്ലെങ്കിൽ ഭ്രാതാക്കളെ, സഹോദരന്മാരെ, അച്ഛൻ, അമ്മ ഇവരൊക്കെ നിങ്ങളെ അന്വേഷിക്കില്ലേ രാത്രി നിങ്ങൾ ഏതിയാണ് പോയത് എന്ന് വിചാരിച്ചിട്ട്? അപ്പോൾ ഭർത്താക്കന്മാരെ വിട്ടിട്ട് നിങ്ങൾ ഈ പോകുന്നത് ശരിക്കും ശരിയല്ല എന്ന് ഭഗവാൻ പിന്നെ പറഞ്ഞു. ഭർത്തൃശുശ്രൂഷണം സ്ത്രീണാം പരോധർമ്മോക്യമായ. സ്ത്രീകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം ഭർത്താക്കന്മാരെ ശുശ്രൂഷിക്കണം. അവർ രോഗികളാവാം, ധനമില്ലാത്തവരാവാം, ദുസ്വഭാവങ്ങളും കൂടി ഇവിടെ പറയുന്നു. ദുസ്വഭാവങ്ങളുണ്ടെങ്കിൽ പോലും ദുശ്ശീലോ ദുർഭഗോ വൃദ്ധോ ജഡോ, ഒന്നിനും വയ്യാത്തവനാവാം, വൃദ്ധനാവാം, രോഗിയാവാം, പണമില്ലാത്തവനാവാം. എങ്കിലും ആ ഭർത്താവിനെ ഉപേക്ഷിക്കുന്നത് സ്ത്രീക്ക് ശ്രേയസ്കരമല്ല. അതുകൊണ്ട് നിങ്ങളെല്ലാം തിരിച്ചു പോവുക, ആവശ്യമില്ലാതെ ഇവിടെ നിന്ന് വീട്ടുകാരെ പരിഭ്രമിപ്പിക്കരുത് എന്നൊക്കെ അവരിങ്ങനെ പറഞ്ഞതോട് കൂടിയിട്ട് അവർ സ്ഥാപിക്കണം. സർവീശ്വര അങ്ങനെ ഞങ്ങളോട് പറയരുത്. നേത്രേ വിമൃച്ചരിതോപകഥയത്ന കിഞ്ചിൽ സംരംഭഗഗതഗിരോ പ്രവദാനുരക്താ. കാലുകൊണ്ട് നിലത്തങ്ങനെ വരച്ച് തല താഴ്ത്തി വളരെ വിനയത്തോടും ലജ്ജയോടും കൂടിയിട്ട് അവരുടെ ഒരു മറുപടിയാണ് അടുത്തത്. ഗോപികൾ ഭഗവാനോട് പറയുന്ന ആ ഒരു മറുപടി. തുടർന്ന് ഭഗവാൻ അവരെ ആ മനോഹരമായിട്ടുള്ള ലീലയിൽ കൂടെ അനുഗ്രഹിക്കുന്നതായിട്ടുള്ള കഥാഭാഗങ്ങൾ വേറൊരു ഭാഗത്തിൽ നമുക്കാവാം.
കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാൻ കരോതി യത്യർത്ഥകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.